ഗോൾ കീപ്പർ അലിസൺ ബക്കർ മുതൽ അവസാനത്തെ സ്ട്രൈക്കർ വരെ ഒരൊറ്റ നൂലിൽ കോർത്തതുപോലെ കളിയുടെ ഒരു നിമിഷത്തിൽ പോലും ഈ ബ്രസീൽ തോൽക്കുമെന്ന് തോന്നിച്ചിട്ടില്ല. ഇന്ന് മയാമിയിൽ കണ്ടത് കാണാൻ ആഗ്രഹിക്കുന്ന ബ്രസീലിനെയാണ്. ആരാധകരുടെ പ്രാർത്ഥനകൾ മുകളിൽ ഇരുന്നാരോ കേട്ടതുപോലെ. ജോഗോ ബൊണീറ്റയുടെ സൗന്ദര്യം വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതല്പം കടന്നുപോകും. എങ്കിലും ഇന്ന് കളിച്ചത് മനോഹരമായിരുന്നുവെന്ന് പറയാതെ വയ്യ. അടുത്ത കാലത്തൊന്നും ബ്രസീൽ ആരാധകർ ഇതുപോലൊരു മത്സരത്തിന് കാത്തിരുന്നിട്ടില്ല. കാരണം അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ വരവിനായുള്ള കാത്തിരിപ്പിനായിരുന്നു അവർ. 981 ദിവസങ്ങൾക്ക് ശേഷമുള്ള നെയ്മറുടെ റീ എൻട്രി. മത്സരത്തിൻ്റെ 76-ാം മിനിറ്റിലായിരുന്നു വൈകാരികമായ വരവ്. സബ്സ്റ്റിറ്റ്യൂട്ട് ബോർഡിൽ 10 എന്ന നമ്പർ തെളിഞ്ഞപ്പോൾ ഗാലറിയിൽ നിന്നും ഉയർന്നത് ഗോളിനേക്കാൾ വലിയ കരഘോഷം. കാണികളിൽ പലരും എണീറ്റ് നിന്നു. മത്തേവൂസ് കുഞ്ഞ് ഈഗോകളില്ലാതെ അയാളെ സ്വീകരിച്ചു. നെയ്മർ ഇമോഷണൽ ആയിരുന്നു. മൈതാനത്തൊന്നു വണങ്ങി കൈകൾ ഉയർത്തി ആകാശത്തേക്ക് നോക്കി. കാനറി മഞ്ഞയെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ബ്രസീൽ ആരാധകർ അത് ഇമവെട്ടാതെ കണ്ടുനിന്നു. സ്കോട്ടിഷുകാരെ ബ്രസീലുകാർ വട്ടം കറക്കി മത്സരത്തെ ഒന്ന് റീവൈൻഡ് ചെയ്യാം. മയാമിയിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് അഞ്ചലോട്ടിയുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കണം. കാരണം ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുക എന്ന പതിവ് നിലനിർത്തുകയും വേണം. നെയ്മറടക്കമുള്ള ബെഞ്ചിലിരിക്കുന്നവരെ പരീക്ഷിക്കണമെങ്കിൽ അതിനനുസരിച്ച് മത്സരം ആദ്യമേ സീൽ ചെയ്യേണ്ടതും അനിവാര്യമാണ്. അറ്റാക്ക് എന്നത് തന്നെയായിരുന്നു അഞ്ചലോട്ടിയുടെ പ്ലാൻ. 4-3-3 എന്ന ഫോർമേഷനിലായിരുന്നു ഇറക്കം. മധ്യനിരയിൽ നിന്നും മുന്നേറ്റ നിരയിലേക്ക് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് പന്തുകൾ പാസ് ചെയ്യപ്പെട്ടത്. സ്കോട്ട്ലൻഡ് താരങ്ങൾ പന്ത് തട്ടിയെടുക്കാൻ വരുമ്പോൾ 4-5 ബ്രസീൽ താരങ്ങൾ ഒന്നിച്ചു വന്ന് അവരെ വളയുന്നതും കണ്ടു. റൗണ്ട് ഓഫ് 32 ലക്ഷ്യമിട്ടിറങ്ങിയ സ്കോട്ടിഷ് പടക്ക് ശരിക്കും ശ്വാസം മുട്ടിയ നേരങ്ങൾ. കളിയുടെ 6-ാം മിനിറ്റ്. സ്കോട്ട്ലൻഡ് പ്രതിരോധ താരം മെക്കന്നയ്ക്ക് ഒരു ഡിഫൻഡർക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു അബദ്ധം പിണയുകയാണ്. ഞൊടിയുടെ വേഗത്തിൽ ആ അബദ്ധത്തെ റയാൻ സുന്ദരമായൊരു അവസരമാക്കി മാറ്റുന്നു. ഗോൾ ദാഹവുമായി ബോക്സിൽ ദാഹം മുറ്റി നിന്ന വിനീഷ്യസിനെ കാത്തിരുന്ന സമ്മാനം. സ്കോട്ടിഷ് ഗോൾ കീപ്പറെ ഒന്ന് വെട്ടിച്ച് പന്ത് അനായാസം വലയിലേക്ക്. മത്സരത്തിൻ്റെ വിധി ഏതാണ്ട് അവിടെ മുതലേ തീരുമാനമായിരുന്നു. മത്സരം മുറുകി. 22-ാം മിനിറ്റ്. സ്കോട്ടിഷ് ഡിഫൻഡർ ജാക്ക് ഹെൻഡ്രിക്ക് സമാനമായൊരു അബദ്ധം സംഭവിക്കുകയാണ്. ആ പന്തിറഞ്ച് വിനീഷ്യസ് പായിച്ച ഷോട്ട് ഗോൾ വല കുലുക്കിയതുമാണ്. സ്കോട്ടിഷ് താരങ്ങൾ പോലും അത് ഗോളാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഗാലറിയെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ റഫറി സെസാർ റാമോസ് വാർ സ്ക്രീനിലേക്ക് നടന്നെടുക്കുകയാണ്. വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി ഗോൾ നിഷേധിച്ചത് എല്ലാവരിലും അമ്പരപ്പുണ്ടാക്കി. തീർത്തും ഡിബേറ്റബിളായ ഒരു തീരുമാനം. ചില ദൃശ്യങ്ങളിൽ വിനി തൻ്റെ ഇടതുകാൽ ഹെൻറിയുടെ മുന്നിലേക്ക് വെച്ചതിന് ശേഷമാണ് ഹെൻറിയുടെ വലതുകാൽ വിനിയുടെ മേൽ തട്ടുന്നത്. പന്ത് ടച്ച് ചെയ്യുന്നതിന് മുമ്പേ ഫൗൾ സംഭവിച്ചു എന്നായിരുന്നു വാറിൻ്റെ വിലയിരുത്തൽ. എന്നാൽ വിനി തൻ്റെ റണ്ണിംഗ് സ്പേസ് ഹോൾഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ഹെൻറിയുടെ കാലാണ് വന്നിടിച്ചതെന്നും മറ്റൊരു വിഭാഗം വാദിക്കുന്നു. ഈ ഫൗളിൻ്റെ പേരിൽ BBC പാനലുകൾ പോലും പരസ്പരം ഏറ്റുമുട്ടി. മുൻ പ്രീമിയർ ലീഗ് ഒഫീഷ്യലും റൂൾസ് അനലിസ്റ്റുമായ ഡാരൻ കാൻ ഇത് ഫൗളല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സ്കോട്ട്ലൻഡുകാരനായ ജെയിംസ് മക്ലാഡൻ ഫൗളാണെന്നതിൽ ഉറച്ചു നിന്നു. തങ്ങളുടെ ഫൗളുകൾ കണ്ടുപിടിക്കുന്നതിൽ കാണിക്കുന്ന ഈ ശുഷ്കാന്തി മറ്റുള്ളവരുടെ കാര്യത്തിലും ഉണ്ടോ എന്നാണ് ബ്രസീൽ ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. പക്ഷേ ഒരു കൊടുങ്കാറ്റിൻ്റെ വരവിനെ ആർക്കാണ് തടുക്കാനാകുക? ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ തന്നെ അടുത്ത വെടിപൊട്ടി. ആ ക്രോസ് തീർത്ത ബ്രൂണോ ഗുമരായസിന് നിശ്ചയമായും ഒരു കൈ കൊടുക്കണം. അളന്നു മുറിച്ച ആ ക്രോസിൽ ഡിഫൻഡർമാരെയെല്ലാം വെട്ടിച്ചു മാറിയ വിനിയുടെ ഒരു തകർപ്പൻ ഹെഡർ. വിനിയുടെ പേരിൽ ഈ ലോകകപ്പിൽ കുറിക്കപ്പെടുന്ന 4-ാം ഗോൾ. തന്നെക്കുറിച്ച് ഇനിയൊരു ബ്രസീലുകാരനും ഒരു സംശയവും ബാക്കിയുണ്ടാകരുതെന്ന് വിനീഷ്യസ് തീർപ്പ് കൽപ്പിച്ച ഗോൾ. മെസ്സിക്കും എംബാപ്പയ്ക്കും ഹാളൻഡിനുമൊപ്പം സുവർണ പാതുകത്തിനുള്ള ഓട്ടത്തിൽ ഈ കാനറി പക്ഷിയും ഒരു ഇഞ്ച് പിന്നോട്ടുണ്ടാകില്ല എന്ന സൂചന കൂടിയാണിത്. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ റയാന് സുന്ദരമായൊരു അവസരം കൂടി കിട്ടി. ഒരുപക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കൊളുത്തി വലിക്കാൻ പോകുന്നൊരവസരം. ജോഗോ ബൊണീറ്റയുടെ സൗന്ദര്യമെല്ലാം കണ്ട ഒരു നീക്കമായിരുന്നത്. വിനീഷ്യസിൻ്റെ ബാക്ക് പാസും കുഞ്ഞയുടെ ലോങ് പാസും റയാൻ്റെ ഫസ്റ്റ് ടച്ചുമെല്ലാം ഗംഭീരമായിരുന്നു. പക്ഷേ ഫൈനൽ എക്സിക്യൂഷനിൽ റയാന് പാളി. സ്കോട്ട്ലൻഡിന് ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസം. എങ്കിലും റയാനെ ആരും വിമർശിക്കില്ല. കാരണം റഫീഞ്ഞയുടെ അഭാവം ഒരു പ്രശ്നമല്ലെന്ന് അയാൾ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. 2-ാം പകുതിയുടെ ആദ്യ മിനിറ്റുകൾ മാറ്റിയാൽ ബ്രസീൽ പിന്നീട് ബീസ്റ്റ് മോഡിലായിരുന്നു. കളിയുടെ 60-ാം മിനിറ്റിൽ സ്കോട്ടിഷ് സ്വപ്നങ്ങൾക്ക് മേൽ അവസാന ആണിയും തറച്ചു. ലൂക്കാസ് പക്കേറ്റയും ബ്രൂണോയും ചേർന്നൊരുക്കിയ മുന്നേറ്റം. പന്ത് ബോക്സിനുള്ളിൽ മത്തേവൂസ് കുഞ്ഞയിലേക്ക്. ബ്രൂണോ ഗുമരായസിന് വേണമെങ്കിൽ ഒരു ഷോട്ട് തീർത്ത് നോക്കാമായിരുന്നു. പക്ഷേ അവിടെയാണ് ടീമിനുള്ളിലെ കണക്ഷൻ നമ്മൾ കാണുന്നത്. ചെറിയൊരു സ്പേസ് പോലും മുതലെടുത്ത് കുഞ്ഞയുടെ ഒരു സിൽക്കി ഫിനിഷ്. ഗാലറി ആനന്ദ നൃത്തമാടി. VIP ബോക്സിലിരുന്ന കക്കയും റൊണാൾഡീഞ്ഞയും അടക്കമുള്ളവരുടെ മുഖത്ത് വെൽഡൻ ബോയ്സ് എന്നൊരു ഭാവം പടർന്നു.
കാർലോ ആഞ്ചലോട്ടി തൻ്റെ ചുയിങ്കം ഒന്നുകൂടി അമർത്തി ചവച്ചു. അറ്റാക്കിംഗ് മാത്രമല്ല, ഡിഫൻസിലും ഏറെക്കുറെ സോളിഡ് പെർഫോമൻസ്. മിഡ്ഫീൽഡിൽ ജനറൽ കാസിമിറോ വീണ പന്തുകളൊക്കെയും തുടച്ചുമാറ്റി ഒരു രക്ഷകനായി നിന്നു. മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് തെറ്റുകൾ തിരുത്താനും സ്കോട്ടിഷ് മുന്നേറ്റങ്ങളുടെ താളം തെറ്റിക്കാനും കാസിക്കായി. പ്രതിരോധത്തിൽ ഗബ്രിയേൽ ബസിൽ ബോക്സിനുള്ളിൽ സ്കോട്ടിഷ് താരങ്ങളെ കടുത്ത ഫിസിക്കൽ ഡിഫെൻഡിങ്ങിലൂടെ നിശബ്ദരാക്കി. കൗണ്ടർ അറ്റാക്കുകളെ തടയുന്നതിൽ ഗബ്രിയേലിൻ്റെ കവറിംഗ് മികച്ചതായിരുന്നു. മറ്റൊരു സെൻട്രൽ ബാക്കായ മാർക്കിഞ്ഞോസ് പ്രതിരോധത്തിൽ പതിവ് പോലെ കാവൽ നിന്നു. സ്കോട്ടിഷ് സ്ട്രൈക്കർ ലോറൻസ് ഷാങ്ലൻഡിനെ ഒരു ഷോട്ട് പോലും എടുക്കാൻ അനുവദിക്കാതെയാണ് മാർക്കിഞ്ഞോസ് പൂട്ടിയത്. എങ്കിലും രണ്ടാം പകുതിയിൽ സ്കോട്ട്ലൻഡ് പ്രതിരോധത്തെ ഒന്ന് കുലുക്കിയിട്ടുണ്ട്. പക്ഷേ ഗോൾവലക്ക് മുന്നിൽ ഒരു വൻമതിലായി എലിസൺ ബക്കർ ഉറച്ചു നിന്നു. ഡാനിലോ ആവുന്ന വിധം പണിയെടുത്തു നോക്കിയിട്ടുണ്ട്. ഡഗ്ലസ് സാന്റോസ് തൻ്റെ ജോലി വളരെ ശാന്തമായി പൂർത്തിയാക്കുകയും ചെയ്തു. ഹെയ്ത്തിക്കെതിരെ മിന്നിച്ച ലൂക്കാസ് പക്കേറ്റ ക്രോസുകളിലും സെറ്റ് പീസുകളിലും പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല. പക്ഷേ 4 മികച്ച അവസരങ്ങൾ അദ്ദേഹത്തിനും സൃഷ്ടിക്കാനായി. അല്പം ഡിഫൻസീവ് ഡ്യൂട്ടികളും കൂടെ ചെയ്തു. പക്ഷേ ഈ മത്സരത്തിൽ ബ്രസീലിൻ്റെ യഥാർത്ഥ എഞ്ചിൻ മറ്റൊരാളാണ്. ബ്രസീലിൻ്റെ വിജയശില്പി ബ്രൂണോ ഗ്യുമറായസ്. ബ്രസീൽ 3 ഗോളിന് മുന്നിലെത്തിയിട്ടും ആരാധകർക്കൊരു സാറ്റിസ്ഫാക്ഷൻ പോരായിരുന്നു. കാരണം അത്രയും പ്രിയപ്പെട്ടതെന്തോ ഒന്ന് പിന്നെയും ബാക്കി. ഒടുവിൽ കാത്തിരിപ്പിനൊടുവിൽ ആ വരവിനായി സ്റ്റേഡിയം ഒരുങ്ങി. സ്റ്റേഡിയത്തിൻ്റെയും കമൻ്ററിയുടെയും ഭാവം മാറി. മത്തവ്യൂസ് കുഞ്ഞക്ക് പകരക്കാരനായി വിഖ്യാതമായ നമ്പർ 10 ജേഴ്സിയിൽ അയാൾ ടച്ച് ലൈനിലേക്ക് നടന്നു വന്നു. സ്റ്റേഡിയത്തിലെ 10,000 അയാൾക്ക് ആശീർവാദം ചൊല്ലി. നെയ്മർ മൈതാനത്തേക്ക് നടന്നെടുത്തു. പെലെ, കഫു, R9 എന്നീ ഇതിഹാസങ്ങൾക്ക് ശേഷം 4 ലോകകപ്പുകളിൽ ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്ന താരം. ചുരുക്കം സമയമെങ്കിലും തൻ്റെ താളത്തിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നെയ്മർ ഗ്രൗണ്ടിൽ തെളിയിക്കുകയും ചെയ്തു. ഒടുക്കം മയാമിയിൽ ഫൈനൽ വിസിലുയർന്നു. ലോകത്തെല്ലായിടത്തുമുള്ള ബ്രസീൽ ആരാധകർ നിറഞ്ഞ മനസ്സോടെ കളി കണ്ടണിയിച്ചു. മത്സരശേഷം മയാമിയുടെ രാത്രി കൂടുതൽ വൈകാരികമായിരുന്നു. ഈയൊരു നിമിഷത്തിനായി താൻ സഹിച്ച വേദനകളോർത്താകണം സന്തോഷത്താൽ നെയ്മറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗാലറിക്കരികിലുള്ള തൻ്റെ മകൻ ഡാവി ലൂക്കയെ നെഞ്ചോട് ചേർത്ത് നെയ്മർ പൊട്ടിക്കരയുന്നതും കണ്ടു. വിനിയുടെ ഫിനിഷിങ്ങും കുഞ്ഞയുടെ ഡാൻസിംഗ് ഫിറ്റും നെയ്മറിൻ്റെ സമർപ്പണവും ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളും ചേരുമ്പോൾ ഈ ബ്രസീൽ പട വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇനിയുള്ളത് നിർണായകമായ നോക്കൌട്ട് റൗണ്ടുകളാണ്. എതിരാളി ആരായാലും തങ്ങളുടെ താളം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് മാത്രമാണ് അവർക്കിനി ചെയ്യാനുള്ളത്.